വിശിഷ്ടാതിഥി കേരളത്തിന്റെ ബഹുമാന്യയായ വനിതാ ശിശുക്ഷേമ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അവർ ഡയസിലെത്തുന്നു. പരേഡ് നൽകുന്ന അഭിവാദ്യം സ്വീകരിക്കുന്നു. ഇപ്പോൾ ബഹുമാന്യയായ വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. ഇപ്പോൾ പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് കോഴിക്കോട് റോഡ് ഇൻസ്പെക്ടർ ശ്രീ ജോസ് ജോർജ്, ഇപ്പോൾ DHQ കോഴിക്കോട് സിറ്റി സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രവീൺ രാജ്, രണ്ടാമതായി അണിനിരക്കുന്ന പ്ലട്ടൂൺ ശ്രീ വിഷ്ണു നയിക്കുന്നു. നാലാമതായി അണിനിരക്കുന്നു ചേവായൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമതി ബബിത നയിക്കുന്ന ശ്രീ സമീഷ് നയിക്കുന്ന എക്സൈസ്, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശ്രീ രാജേഷ് SN നയിക്കുന്ന ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, NCCയുടെയും SPCയുടെയും സ്കൗട്ട്സിന്റെയും JRCയുടെയും ഉൾപ്പെടെ 23 പ്ലട്ടൂണുകൾ അണിനിരക്കുന്നു. ഈ പരേഡിനെ താളമേളങ്ങൾ ഒരുക്കുന്നത് പ്രൊവിഡൻസ് സെക്കൻഡറി സ്കൂളിലെ കുമാരി പൂജലക്ഷ്മി നയിക്കുന്ന ബാൻഡിനെ. അറിയില്ല തുടർന്ന് പരേഡ് കമാൻഡർ തൊട്ടുപിറകിലായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം. തുടർന്ന് ഡയസിന് മുമ്പിലൂടെ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. കോഴിക്കോട് സിറ്റി ലോക്കൽ പോലീസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു നയിക്കുന്നു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ശ്രീ ശരത് PK സ്റ്റേഷൻ ഓഫീസർ നയിക്കുന്നു. മുഹമ്മദ് റമീസ് നയിക്കുന്ന
ആർമി വിംഗ് അണ്ടർ ഓഫീസർ നിരഞ്ജൻ നയിക്കുന്ന പ്ലട്ടൂൺ. തുടർന്ന് NCC ജൂനിയർ ഡിവിഷൻ ആർമി വിംഗ് സർജന്റ് കുമാരി അവന്തിക പ്രതിയും നയിക്കുന്ന പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് ജാസി ഗേൾസ് കുമാരി അവന്തിക നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. തുടർന്ന് കുമാരി റഷ ഫാത്തിമ നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. തൊട്ടുപുറകിലായി പ്രോവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് BEM ഹയർ സെക്കൻഡറി. തുടർന്ന് മികച്ച പ്ലട്ടൂണുകൾക്കുള്ള ട്രോഫി വിതരണം കഴിഞ്ഞു. അടുത്തതായി DHQ കോഴി ശ്രീമതി ബബിത, സബ് ഇൻസ്പെക്ടർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ, ലോക്കൽ പോലീസ് വനിതാ വിഭാഗം. റേഞ്ച് ഓഫീസർ ഫോറസ്റ്റ് വിഭാഗം. ശ്രീ ശരത് PK, സ്റ്റേഷൻ ഓഫീസർ. കുമാരി റിഷ, സീനിയർ ഡിവിഷൻ ആർമി വിംഗ്. NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് മുഹമ്മദ് റമീസ്. നമ്മുടെ രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിന് നമ്മുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം ഒരു ഭരണകൂടത്തിന്റെ മാറ്റം മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം നിലനിന്ന അധിനിവേശത്തിനെതിരെ സാധാരണ മനുഷ്യർ ഉൾപ്പെടെ നടത്തിയ മഹത്തായ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിരുന്നു അത്. മഹാത്മജി, ജവഹർലാൽ നെഹ്റുജി, സർദാർ വല്ലഭായ് പട്ടേൽ ജി, സുഭാഷ് ചന്ദ്രബോസ് ജി, ഭഗത് സിംഗ് ജി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ BR അംബേദ്കർ ജി, അങ്ങനെ ജ്ഞാതരും അജ്ഞാതരുമായ എണ്ണമറ്റ നേതാക്കന്മാരുടെയും പോരാളികളുടെയും ത്യാഗത്തിന്റെ അനന്തരഫലമാണ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയെ സമ്മാനിച്ചത്. അവരുടെ പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് മാത്രമായിരുന്നില്ല, മനുഷ്യന്റെ അന്തസ്സും തുല്യനീതിയും സ്വാഭിമാനവും ഉറപ്പാക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെ നാം കേവലം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനമായി കാണരുത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം, വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തുല്യ അവസരങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ നമ്മെ ഓർമ്മിപ്പിച്ച സാമൂഹിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. 80 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വലിയ മുന്നേറ്റങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറം നമ്മുടെ രാജ്യം നേരിടുന്ന നിരവധി വെല്ലുവിളികളുമുണ്ട്. തൊഴിലില്ലായ്മയും യുവാക്കളുടെ തൊഴിൽ പ്രതീക്ഷകളും വിലക്കയറ്റവും സാമ്പത്തിക അസമത്വവും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും സാമൂഹിക വിഭജനങ്ങളും വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും നമ്മുടെ ജനാധിപത്യ സമൂഹം ഗൗരവമായി കാണേണ്ട വിഷയങ്ങളാണ്. സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും പുതിയ സാധ്യതകൾ തുറക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും
ഡിജിറ്റൽ അസമത്വവും സ്വകാര്യതയും സൈബർ സുരക്ഷയും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, ജലക്ഷാമം, പരിസ്ഥിതി നാശം എന്നിവയും വരും തലമുറയുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഭരണഘടനയും ജനാധിപത്യ വൈവിധ്യവും മതനിരപേക്ഷതയും സാഹോദര്യവുമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പും വിദ്വേഷവും വളരാൻ അനുവദിക്കരുത്. വിമർശിക്കാനുള്ള അവകാശവും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ സൗകുമാര്യമാണ്. അതോടൊപ്പം ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും വേണം. ഇന്ത്യയുടെ ശക്തി ഏകതയിലാണ്. ഏകത എന്നത് ഒരേപോലെ എന്നല്ല, വൈവിധ്യങ്ങളെ ബഹുമാനിച്ച് മുന്നേറുന്നതാണ്. കേരളം എന്നും മനുഷ്യ വികസനത്തിന് പ്രാധാന്യം നൽകിയ ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ, സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക വികസനങ്ങൾ എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ വികസനവും ജനക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. റോഡ്, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നു. റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല വികസനം എന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളാണ് യഥാർത്ഥ വികസനം. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രത്യേകമായി പറയേണ്ട ഒരു വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യം. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ജീവിതത്തെക്കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഈ കാഴ്ചപ്പാടിലാണ് സ്ത്രീകളുടെ സഞ്ചാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അടക്കം ശക്തിപ്പെടുത്തുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, സംരക്ഷണം, ക്ഷേമം, സാമ്പത്തിക ശാക്തീകരണം എന്നിവയ്ക്കായി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വിവിധ പദ്ധതികളിലൂടെ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നു. കുട്ടികളുടെ പോഷണം, വിദ്യാഭ്യാസം, സുരക്ഷ, ബാലാവകാശ സംരക്ഷണം എന്നത് അതിന് പ്രത്യേകമായി സർക്കാർ പ്രാധാന്യം നൽകുന്നു. ഒരു കുട്ടിക്ക് സുരക്ഷിതമായ ബാല്യം ഉറപ്പാക്കുന്നത് എന്നത് സർക്കാരിന്റെ മാത്രം കർത്തവ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ സർക്കാർ ഇടപെടലുകളുടെ തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുവാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു. തൊഴിലൊരു ദാനമല്ല, അതൊരു അവകാശമാണ്. മാന്യമായ വേതനവും സുരക്ഷിതമായ തൊഴിലിടങ്ങളും അതിനുള്ള സാഹചര്യവും തൊഴിലാളികളുടെ അവകാശമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹിക നവോത്ഥാനത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട്. മതസൗഹാർദ്ദവും സാഹോദര്യവും സാംസ്കാരിക വൈവിധ്യവും ഈ നാടിന്റെ ശക്തിയാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ PV വിക്രമന്റെ പേരുള്ള ഗ്രൗണ്ടിലാണ് നാം ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. മഹാത്മജിയുടെ ആശയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാകരുത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യയിൽ ഒരു മനുഷ്യനും വിശപ്പിന്റെ പേരിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടരുത്. ഒരു സ്ത്രീക്കും ഭയത്തിന്റെ പേരിൽ സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കേണ്ടി വരരുത്. ഒരു യുവാവിനും അവസരങ്ങളുടെ അഭാവം കാരണം പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഇന്ത്യയും കൂടുതൽ നീതിപൂർവവും സുരക്ഷിതവും സമത്വാധിഷ്ഠിതവുമായ ഒരു കേരളവും നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ സ്മരിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നുള്ള പ്രതിജ്ഞയോടെ നമുക്ക് മുന്നേറാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ.